താത്താൻ്റെ വിടവാങ്ങൽ സ്കൂളിലും ഞങ്ങൾക്കെല്ലാവർക്കും തീരാ ദുഃഖമാണ്. കൽപ്പകഞ്ചേരി GLP സ്കൂളിൽ അധ്യാപകരും കുട്ടികളും എത്തുന്നതിന് മുൻപേ ആദ്യം സ്കൂളിൽ എത്തുന്നത് മഞ്ഞച്ചോല സ്വദേശിയായ നബീസ താത്തയാണ്. പതിവ് പോലെ രാവിലെ നേരത്തെ മകൻ മുഹമ്മദ് നിഷാദിനോടൊപ്പം സ്കൂട്ടറിൽ സ്കൂളിലേക്കുള്ള യാത്ര അവസാന യാത്രയാകുമെന്ന് നബീസ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്നിറങ്ങി മീറ്ററുകളോളം മകനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തെങ്കിലും കൽപ്പകഞ്ചേരി അങ്ങാടി താഴെ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ടുവന്ന ലോറി ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്നും ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ നബീസയുടെ ദേഹത്തുകൂടി ലോറിയുടെ ചക്രങ്ങൾ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ആരോടും ഒരു പരിഭവവും പരാതിയും പറയാതെ ചെറുപുഞ്ചിരിയോടെ 32 വർഷമാണ് GLP സ്കൂളിൽ കുട്ടികൾക്ക് തന്റെ കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് നൽകിയിരുന്നത്. 32 വർഷമായി ഇവിടെ. ഞങ്ങൾ കൂടെ 14 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ചിരിച്ചും കളിച്ചും കൂട്ടുകാരായും അങ്ങനെ ഞാൻ HM എന്നുള്ള രീതിയിലും അവള് താത്ത എന്നുള്ള രീതിയിലും എല്ലാം ഞങ്ങൾ പെരുമാറിയുന്നത്. വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു. കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മരണം ഇത്ര അടുത്തുണ്ട് അവൾക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞാണ് സംസാരിച്ചു പോയത്. ഇവിടെ സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും താത്ത ഒരു മുതൽക്കൂട്ടായിരുന്നു. ഒരു കീ അവളെ കയ്യിലായിരിക്കും. അവളാണ് സ്കൂൾ തുറക്കലും എല്ലാ കാര്യങ്ങളും പച്ചക്കറി വാങ്ങലും എല്ലാ സാധനം കൊണ്ടുവരലും ഒന്നും അറിയേണ്ട ആവശ്യമില്ല താത്ത സ്കൂളിലുണ്ടെങ്കിൽ. പിന്നെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല ഉത്തരവാദിത്തത്തോടു കൂടി തൻ്റെ ജോലി ചെയ്യുന്നതിൽ വളരെ ഇതായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ കൂട്ടി പോവുക. എല്ലാവരും പറയും നിങ്ങൾക്ക് താത്ത ഉള്ളത് ഭയങ്കര ഭാഗ്യമാണെന്ന്. അത്രയും നല്ലൊരു ഇതായിരുന്നു താത്താൻ്റെത്. നബീസയെ സ്കൂളിലെ ഒരു പാചകക്കാരിയായല്ല കണ്ടിട്ടുള്ളത്, പകരം ഞങ്ങളുടെയൊക്കെ ഒരു മാതാവിന്റെ സ്ഥാനമാണ് നൽകിയിരുന്നതെന്ന് അധ്യാപകർ വിതുമ്പലോടെ പറഞ്ഞു. താത്ത ഞങ്ങളുടെ ഒരു പാചകക്കാരി എന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഞങ്ങളെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒരു മാതാവ്, ഒരു ഉമ്മ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് തരുന്നതിനപ്പുറം ഭക്ഷണം വാരിത്തരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു നിലയിലുള്ള ഒരു ആളായിരുന്നു. ഒരിക്കൽ പോലും ഒരാളോടും കയർത്ത് ഒരു വാക്ക്, മുഖം കറുപ്പിച്ചൊരു വാക്കോ ഒരു പ്രവർത്തനമോ താത്തയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. ഏത് സമയവും സ്കൂളിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിലെ എല്ലാമാണ് താത്ത. അതുകൊണ്ട് തന്നെ പാചകത്തോലിനപ്പുറം സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും നബീസ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇത്ര കാലമായിട്ടും അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും നബീസ താത്തയെക്കുറിച്ചൊരു പരാതിയും പരിഭവവും പറഞ്ഞിട്ടില്ലെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ കാര്യവും ദുഃഖവും, എല്ലാ സന്തോഷവും ദുഃഖവും എപ്പോൾ കണ്ടാലും പങ്കുവെക്കുകയും അതിനോടൊപ്പം തന്നെ സ്കൂൾ എന്ന് പറഞ്ഞ താത്താക്ക് ഒരു ജീവിതം, ഒരു ജീവനായിരുന്നു. എന്തുണ്ടെങ്കിലും അത് വിളിച്ചു പറയുകയും എന്തൊരാവശ്യം വന്നാലും അത് നേരിൽ പറഞ്ഞ് സ്കൂളിന് വേണ്ടി അതിന് ജീവൻ വരെ കളഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഞങ്ങളെ സ്കൂളില് ചോറ് വിളമ്പുന്ന താത്ത ഞങ്ങളിപ്പം വലിയ താത്ത നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. താത്ത പോയോണ്ട് നല്ല സങ്കടമുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ സ്കൂളും പരിസരവും സങ്കടക്കടലായി മാറി. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമടക്കം 100 കണക്കിന് പേരാണ് നിറകണ്ണീരുകളോടെ സ്കൂളിലെത്തിയത്. തുടർന്ന് മഞ്ഞച്ചോല ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്.